തിരുവനന്തപുരം എത്തി ഒരു ദിവസം ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് പിറ്റേ ദിവസം ഒരു ടാക്സി ഹയർ ചെയ്തു. ഈ മാംഗോ ക്യാബ്സിൻ്റെ ഒരു ടാക്സി ഹയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് പൊന്മുടിയാണ്. പൊന്മുടിയിലുള്ള യാത്ര ഞങ്ങൾ കാണിക്കുന്നത്. പൊന്മുടി, ദി ഗോൾഡൻ പീക്ക് എന്ന് ഇംഗ്ലീഷ് പറയാം. അത് തിരുവനന്തപുരം അടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. പെരിങ്ങാമല എന്ന മലയിലാണ് ഈ ഹിൽ സ്റ്റേഷന്. തിരുവനന്തപുരത്ത് നിന്ന് 53 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് വിതുരയിൽ നിന്ന് 22 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ വെസ്റ്റേൺ ഗാട്ട്സിൽ, അതായത് അറേബ്യൻ സീനോട് പാരലായിട്ട് കിടക്കുന്നതാണ് ഈ മലകൾ. അപ്പോൾ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ പശ്ചിമഘട്ടത്തിനോട് അതിൽ പോകുന്ന യാത്ര വളരെ രസകരമായ യാത്രയാണ്. അതായത് 22 എയർപിൻ വളവുകളുണ്ട്. അത് ഒരു ഫേമസ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ പീക്ക്. അതിൻ്റെ വ്യൂ പോയിൻ്റാണ് കാണുന്നത്. How was it? Difficult to climb? Was okay? ഈ പൊന്മുടിയുടെ ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 1100 മീറ്ററാണ്. 1100 മീറ്റർ ആണ് 3600 അടി. ലഷ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ വരുന്ന വഴിക്ക് മുകളിൽ നിന്നുണ്ടെങ്കിൽ പുൽമേടുകളാണ്. അത് നല്ലൊരു ട്രക്കിംഗ് സ്പോട്ടും കൂടിയാണ്. ആ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ കൂടി നടന്നു പോകുന്നത്. അത് ഒക്കെ ട്രക്കിംഗ് സ്പോട്ടാണ്. പോകുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത്. ഇതിൽ കോട്ടേജുകളും റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. വരുന്ന ആൾക്കാർക്ക് താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്തുള്ള പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുണ്ട്. കല്ലാർ ഡാം, മീൻമുട്ടി ഫോൾസ്, വാട്ടർഫോൾസ്, പെപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതൊക്കെ അഗസ്ത്യാർകുടം കൊടുമയൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നുള്ളൂ. പശ്ചിമഘട്ടല്ലേ, ഇതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വ്യൂ പോയിന്റിൽ കയറാൻ വേണ്ടി പോവാണ്. പീക്കിൽ കൂടി ഒരുതരം ഉരുളൻ കല്ലുകളാണ് അവിടെ. അത് ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് മുകളിൽ കയറി നോക്കാം. എങ്കിലും ഉച്ചയാണ്, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. മല കയറാൻ അതിന് തീരുമാനിച്ചു, ഈ കയറന്നെ. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണമല്ലോ. അതുകൊണ്ട് മല കയറിയിട്ട് ആ വ്യൂ പോയിൻ്റ് അടുത്ത് ചെന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും സ്ഥലങ്ങളുണ്ട്. അത് അവിടെ ചെന്നാലും അത് കാണാൻ പറ്റും. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ വരയാടുകളുടെ കേന്ദ്രമാണത്. വരയാടുകൾ ഇതിൻ്റെ അപ്പുറത്ത് വൈൽഡ് സാങ്ച്വറിയിൽ വരയാടുകളുടെ കേന്ദ്രം. അതാണ് വരയാളുടെ പ്രതിമ വെച്ചിട്ടുള്ളത്. ഓക്കെ. ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം, വൈഫും സിസ്റ്റേഴ്സുമാണ്. അവർ ഈ നട്ടുച്ചയ്ക്ക് ആ പാറൻ്റെ മുകളിൽ കൂടി പിടിച്ച് കയറി അതിൽ കൂടി നടക്കുന്നുണ്ടോ. ഞങ്ങൾ ആണുങ്ങളാരും പോയില്ല, കാരണം നല്ല വെയിലുണ്ട്. അവർക്ക് പോയേ അടങ്ങുള്ളൂ. അപ്പോൾ ഒന്ന് പോയി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വേർത്ത് കുളിച്ച് അവർ ചെയ്തു. അത് സക്സസ് ആയി, ഇറങ്ങി വന്നു. ഓക്കെ, ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്തു.